ഓൾവേസ് സ്റ്റുഡൻറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2024 ഓഗസ്റ്റ് 13 കറണ്ട് അഫയേഴ്സ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. LDC, LGS തുടങ്ങിയ എല്ലാ PSC പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു കറണ്ട് അഫയേഴ്സ് കമ്പൈൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ കറണ്ട് അഫയർ നോക്കാം. ആദ്യം പറയുന്നത് റെയിൽവേ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കവച് സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരുപാട് ട്രെയിൻ ആക്സിഡൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അവിടെ മെൻഷൻ ചെയ്തു പോകുന്ന ഒന്നാണ് കവച സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ കവച സിസ്റ്റം എന്ന് പറയുന്നത് ട്രെയിൻ കൊളീഷൻ അവോയ്ഡൻസ് സിസ്റ്റം അഥവാ TCAS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ട്രെയിൻ കൊളീഷൻ അവോയ്ഡൻസ് സിസ്റ്റം, അതായത് ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടിയിടി ഒഴിവാക്കാൻ വേണ്ടി ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റമാണ് കവച സിസ്റ്റം. അതിന് നൽകിയിരിക്കുന്ന പേരാണ് കവച സിസ്റ്റം. ഇത് ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത് 2011 അത് ഡെവലപ്പ് ചെയ്തത് ഇന്ത്യൻ റെയിൽവേയും അതുപോലെ DRSOയും ചേർന്നാണ്. എന്താണ് DRSO? റിസർച്ച് ഡിസൈൻ ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷൻ. അപ്പോൾ അതിൻ്റെ ഫുൾ ഫോം നോട്ട് ചെയ്ത് വെക്കുക. ചില ഫുൾ ഫോമുകൾ നമ്മളുടെ എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ DRSO എന്ന് പറഞ്ഞത് റിസർച്ച് ഡിസൈൻസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷൻ. അപ്പോൾ DRSOയും ഇന്ത്യൻ റെയിൽവേയും ചേർന്നാണ് കവച സിസ്റ്റം ഡെവലപ്പ് ചെയ്തത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡെവലപ്പറായിട്ട് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ അതിന് കൂടുതൽ ഫോക്കസ് വരുന്നത് ഒരാളാണ് B. രാജാറാം. അദ്ദേഹമാണ് ഈ ഒരു കവച് സിസ്റ്റത്തിന്റെ കീ ഡെവലപ്പർ എന്ന് പറയുന്നത്. B. രാജാറാം. അദ്ദേഹം സ്കൈബസ് മെട്രോ സിസ്റ്റത്തിന്റെ ഡെവലപ്പർ ആയിട്ടാണ് കൂടുതൽ അറിയപ്പെടുന്നത്. അപ്പോൾ സ്കൈബസ് മെട്രോ സിസ്റ്റത്തിന്റെ ഡെവലപ്പറായ B. രാജാറാമാണ് കവച് സിസ്റ്റത്തിന്റെയും കീ ഡെവലപ്പർ. പിന്നെ ഇന്ത്യൻ റെയിൽവേ എക്സ്പെക്ട് ടു ലോഞ്ച് കവച് CAS ഓൺ മുംബൈ, ഡൽഹി, കൊൽക്കത്ത റൂട്ട്സ് ബൈ മാർച്ച് 2025. കറണ്ട് അഫെയറിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണത്. അതായത് മാർച്ച് 2025 ആകുമ്പോഴേക്കും മുംബൈ, ഡൽഹി, കൊൽക്കത്ത റൂട്ടുകളിൽ ഈ ഒരു കവച് സിസ്റ്റം കൊണ്ടുവരാനായിട്ട് റെയിൽവേ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴേക്കും അത് കംപ്ലീറ്റ് ആവുമെന്നാണ് റെയിൽവേ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കവച സിസ്റ്റം എന്താണ് എന്നുള്ളത് ഇത്രയും ഡീറ്റെയിൽസും ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ്, നാഷണൽ സ്പേസ് ഡേ. അപ്പോൾ ഓഗസ്റ്റ് 23 ഇന്ത്യൻ ഗവൺമെൻറ് നാഷണൽ സ്പേസ് ഡേ ആയിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്താണ് ഓഗസ്റ്റ് 23 പ്രത്യേകത? നമ്മുടെ ചാന്ദ്ര ദൗത്യം അഥവാ ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ലാൻഡ് ആയ ദിവസമാണ് ഓഗസ്റ്റ് 23. അപ്പോൾ അതിനെ കമമറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓഗസ്റ്റ് 23 നാഷണൽ സ്പേസ് ഡേ ആയിട്ട് ആഘോഷിക്കാനായിട്ട് തീരുമാനിച്ചത്. ഈ വർഷം മുതലാണ് ഈ ഒരു ആഘോഷം തുടങ്ങുന്നത്. അപ്പോൾ നാഷണൽ സ്പേസ് ഡേയുടെ ഇനോഗ്രൽ ഡേ ആണ് ഈ ഒരു ഓഗസ്റ്റ് 23. ഇറ്റ് മാർക്സ് സക്സസ്ഫുൾ ലാൻഡിംഗ് ഓഫ് ചന്ദ്രയാൻ 3 മിഷൻസ് വിക്രം ലാൻഡർ ആൻഡ് പ്രഗ്യാൻ റോവർ ഓവർ ഓൺ ദ മൂൺ. അതായത് ചന്ദ്രനിൽ ചന്ദ്രയാൻ 3യുടെ ഭാഗമായിട്ടുള്ള വിക്രം ലാൻഡറും പ്രഗ്യാൻ റോവറും ലാൻഡ് ചെയ്തത് ഈ ഒരു ദിവസത്തിലാണ്. 2024 നാഷണൽ സ്പേസ് ഡേയുടെ തീം വരുന്നത് ടച്ചിങ് ലീവ്സ് വൈൽ ടച്ചിങ് മൂൺ, ഇന്ത്യാസ് സ്പേസ് സാഗ. അതായത് ഒരു ടെക്നോളജീനെയും സൊസൈറ്റീനെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഉള്ള ഒരു തീമാണ് ഇത് ഉദ്ദേശിച്ചത്. ടച്ചിങ് ലീവ്സ് വൈൽ ടച്ചിങ് മൂൺ, ഇന്ത്യ സ്പേസ് സാഗ എന്നുള്ളതാണ് 2024 നാഷണൽ സ്പേസ് ഡേയുടെ തീം വരുന്നത്. ഇനി നമുക്ക് ചന്ദ്രയാൻ 3നെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കിപ്പോവാം. നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കിപ്പോവാം. ഇന്ത്യസ് 3rd ലൂണാർ മിഷൻ, സെക്കൻഡ് അറ്റംപ്റ്റഡ് സോഫ്റ്റ് ലാൻഡിംഗ് ഓൺ ദ മൂൺ. ഇന്ത്യയുടെ 3ാമത്തെ ചാന്ദ്രദൗത്യമാണ് ചന്ദ്രയാൻ 3. അതിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്താനായിട്ടുള്ള 2ാമത്തെ ശ്രമമായിരുന്നു ചന്ദ്രയാൻ 3. സെക്കൻഡ് അറ്റംപ്റ്റ് സോഫ്റ്റ് ലാൻഡിംഗ് ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെട്ടു. 2ാമത്തെ അറ്റംപ്റ്റ് ആയിട്ടുള്ള ചന്ദ്രയാൻ 3 ആണ് ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് സാധ്യമാക്കിയത്. ഈ ഒരു മിഷൻ ലോഞ്ച് ചെയ്യുന്നത് 2023 ജൂലൈ 14 ചന്ദ്രനിൽ ലാൻഡ് ചെയ്യുന്നത് 2023 ഓഗസ്റ്റ് 23 2023 ഓഗസ്റ്റ് 23 അവിടെ ലോഞ്ച് ചെയ്യുന്നു. ഇന്ത്യ ബിക്കെയിംസ് ദ 4th country to land on the moon and the first to land near moon's south polar region. ഈ ചന്ദ്രനിൽ ലാൻഡ് ചെയ്യുന്ന 4ാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറി. അതുപോലെ തന്നെ സൗത്ത് പോളാർ റീജിയൺ ഓഫ് ദ മൂൺ, ആ ഒരു റീജിയനിൽ ലാൻഡ് ചെയ്യുന്ന ആദ്യത്തെ രാജ്യം ഇന്ത്യയാണ്. അപ്പോൾ ചന്ദ്രനിൽ ലാൻഡ് ചെയ്യുന്ന 4ാമത്തെ രാജ്യം, പിന്നെ അതുപോലെ തന്നെ സൗത്ത് പോളാർ റീജിയൺ ഓഫ് ദ മൂണിൽ ലാൻഡ് ചെയ്യുന്ന ആദ്യത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറി ഈ ഒരു ചന്ദ്രയാൻ 3 മിഷൻ സക്സസ് ആയതോടുകൂടി. അപ്പോൾ ഈ ചന്ദ്രയാൻ 3
ഈ സൗത്ത് പോളാർ റീജിയനിൽ ലാൻഡ് ചെയ്ത ആ ഒരു പോയിന്റ്, ആ ലാൻഡിങ് സൈറ്റ്, അതിന് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഒരു നെയിം സജസ്റ്റ് ചെയ്തിരുന്നു, ശിവശക്തി പോയിന്റ് എന്നാണ്. അത് ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ അത് ആക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ ആ ഒരു പോയിന്റ് പറയപ്പെടുന്നത് ശിവശക്തി പോയിന്റ് എന്നാണ്. അപ്പോൾ ലാൻഡിംഗ് സൈറ്റ് നെയിം ബൈ പ്രൈം മിനിസ്റ്റർ എസ് ശിവശക്തി, സാങ്ഷൻഡ് ബൈ IAU ആസ് സ്റ്റേഷ്യോ ശിവശക്തി. ആ ഒരു പോയിന്റ് അല്ലെങ്കിൽ ആ ഒരു സൈറ്റ് ശിവശക്തി പോയിന്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിലൊക്കെ ഇപ്പം ഇങ്ങനെ എത്രാമത്തെ രാജ്യമാണ് ആ രീതിയിലൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം അതൊന്ന് നോട്ട് ചെയ്ത് പോവാം കേട്ടോ. അടുത്തത് കുർസ്ക് ഓപ്പറേഷൻ എന്നാണ്. കുർസ്ക് ഓപ്പറേഷൻ അത് എന്തുമായി റിലേറ്റ് ചെയ്തതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ യുക്രൈനിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഉക്രൈൻ റഷ്യയുടെ ഒരു ഭാഗം, ചെറിയൊരു ഭാഗം പിടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു റീജിയൻ പിടിച്ചെടുത്ത ആ ഒരു ഭാഗമാണ് ഉർസ്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ആ പിടിച്ചെടുത്ത ഓപ്പറേഷനാണ് ഉർസ്ക് ഓപ്പറേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ നോക്കാം. ദ ഉർസ്ക് ഓപ്പറേഷൻ മാർക്സ് എ സിഗ്നിഫിക്കൻറ്റ് എസ്കലേഷൻ ഇൻ ദി ഓൺഗോയിങ് കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ഉക്രൈൻ ആൻഡ് റഷ്യ. ഇവർ തമ്മിലുള്ള ഈ ഒരു കോൺഫ്ലിക്റ്റ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുണ്ടായിട്ടുള്ളൊരു പുതിയൊരു കാര്യമാണ് ഈ ഒരു ഉർസ്ക് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. Ukrainian troops have advanced up to 35 kilometer into Russian territory in the Kursk region. റഷ്യൻ ടെറിട്ടറിയുടെ ഏകദേശം 35 കിലോമീറ്റർ ഉള്ളിലേക്ക് യുക്രൈനിയൻ ട്രൂപ്സിനെ അഡ്വാൻസ് ചെയ്യാനായിട്ട് പറ്റി. ഈ ഒരു പ്ലേസിന് ഒരു ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്. ദ സൈറ്റ് ഓഫ് ബാറ്റിൽ ഓഫ് ഉർസ്ക് വിച്ച് took place from July to August in 1943 and is recognized as the largest tank battle in the history during World War II. അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാലഘട്ടത്തിൽ ഏകദേശം ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെ, 1943 ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെയുള്ള സമയത്ത് ഏറ്റവും വലിയ ഒരു ടാങ്ക് ബാറ്റിൽ നടന്ന സ്ഥലം കൂടിയാണ് ഏത്, ഉർസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ബാറ്റിൽ ഓഫ് ഉർസ്ക് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അപ്പോൾ ആ ഒരു സിഗ്നിഫിക്കൻസും കൂടി ഈ ഒരു ഉർസ്ക് എന്ന് പറഞ്ഞ സൈറ്റിനുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ഓർത്തു വെക്കുക. അപ്പോൾ ഉർസ്ക് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഉക്രൈൻ റഷ്യ വാറുമായി ബന്ധപ്പെട്ടതാണ്. ഉക്രൈൻ റഷ്യയുടെ ആ ഒരു ഭാഗത്തേക്ക് അഡ്വാൻസ് ചെയ്തു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. നെക്സ്റ്റ് NIRF റാങ്കിങ്, അതായത് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് നാഷണൽ ലെവലിൽ കൊടുക്കുന്ന റാങ്കിങ് ആണ് NIRF റാങ്കിങ്. അതിൻ്റെ 2024 റാങ്കിങ് പുറത്തു വന്നിട്ടുണ്ട്. NIRFന്റെ ഫുൾ ഫോം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്ക്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്ക്. അതിൽ കേരളത്തിൽ നിന്ന് പ്രധാനമായിട്ട് 4 യൂണിവേഴ്സിറ്റീസ് ടോപ്പിൽ വന്നിട്ടുണ്ട്. അതായത് സ്റ്റേറ്റ് പബ്ലിക് യൂണിവേഴ്സിറ്റി കാറ്റഗറിയിൽ കേരളത്തിൽ നിന്നുള്ള കേരള യൂണിവേഴ്സിറ്റിയാണ് ഏറ്റവും ഫസ്റ്റ് പൊസിഷനിൽ. ഓൾ ഇന്ത്യയിൽ 9th പൊസിഷനിലാണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും ഫസ്റ്റ് കിടക്കുന്നത് കേരള യൂണിവേഴ്സിറ്റി, ദെൻ കുസാറ്റ്, പിന്നെ MG യൂണിവേഴ്സിറ്റി, പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അവർക്ക് 9th 10th 11th ആൻഡ് 43rd പൊസിഷൻസ് ആണ് ഈ ഒരു സ്റ്റേറ്റ് പബ്ലിക് യൂണിവേഴ്സിറ്റി കാറ്റഗറിയിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ നിന്നുള്ള ടോപ്പ് പെർഫോമിംഗ് യൂണിവേഴ്സിറ്റീസ് ഇവരാണ്. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. എന്താണ് NIRF റാങ്കിങ്, എന്താണ് അതിൻ്റെ ഫുൾ ഫോം, കേരളത്തിൽ നിന്ന് ഏതാണ് അതിൽ ടോപ്പ് വന്നിരിക്കുന്നതെന്നൊന്ന് നോട്ട് ചെയ്തേക്കുക. നെക്സ്റ്റ് കണ്ടിന്യൂസ് ക്ലിയറിംഗ് ഓഫ് ചെക്സ്. അതായത് ഈ ചെക്ക് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ചെക്ക് ക്യാഷായി മാറുന്ന ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കുറച്ച് ഡിലേ വരുന്ന 1-2 ദിവസമൊക്കെ ഡിലേ വരുന്ന ഒരു പ്രോസസ്സാണ് അല്ലേ. അപ്പോൾ ആ ഒരു ഡിലേ ഒഴിവാക്കി കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ചെക്ക് ക്ലിയർ ആക്കാൻ വേണ്ടി ഒരു പുതിയൊരു സിസ്റ്റം RBI ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കാണ്, അല്ലെങ്കിൽ അനൗൺസ് ചെയ്തേക്കാണ്. അതിനെ പറ്റിയാണ് പറയുന്നത് കണ്ടിന്യൂസ് ക്ലിയറിംഗ് ഓഫ് ചെക്സ്. എന്താണെന്ന് നോക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹാസ് അനൗൺസ്ഡ് ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് കണ്ടിന്യൂസ് ക്ലിയറിംഗ് ഓഫ് ചെക്സ് അണ്ടർ ചെക്സ് ട്രങ്കേഷൻ സിസ്റ്റം എയിംഡ് അറ്റ് സ്പീഡിംഗ് അപ്പ് ദ ചെക്ക് ക്ലിയറിംഗ് പ്രോസസ്സ്. അതായത് ചെക്ക് ക്ലിയറിംഗ് പ്രോസസ്സ് കുറച്ചും കൂടി സ്പീഡാക്കാൻ വേണ്ടിയിട്ട് ചെക്ക് ട്രങ്കേഷൻ സിസ്റ്റത്തിൻ്റെ അണ്ടറിൽ ഒരു പുതിയ സിസ്റ്റം കൊണ്ടുവരികയാണ്. അതാണ് എന്ത്, കണ്ടിന്യൂസ് ക്ലിയറിംഗ് ഓഫ് ചെക്സ് എന്ന് പറയുന്നത് RBI ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കാണ്. കറൻ്റ്ലി CTS ടേക്ക് അപ് ടു 2 വർക്കിംഗ് ഡേയ്സ് ടു ക്ലിയർ ചെക്സ്. ഇപ്പോൾ ഈ ഒരു ചെക്ക് ട്രങ്കേഷൻ സിസ്റ്റം വെച്ചിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഏകദേശം 2 ദിവസത്തോളം ചെക്ക് ക്ലിയർ ആവാനായിട്ട് എടുക്കുന്നുണ്ട്. വിത്ത് ദ ന്യൂ സിസ്റ്റം ചെക്സ് വിൽ ബി സ്കാൻഡ്, പ്രസൻറ്റഡ് ആൻഡ് ക്ലിയർഡ് വിത്തിൻ അവേഴ്സ് ഓൺ എ കണ്ടിന്യൂസ് ബേസിസ് ഡ്യൂറിംഗ് ബിസിനസ് അവേഴ്സ്, സിഗ്നിഫിക്കൻ്റ്ലി റെഡ്യൂസിങ് ദ ക്ലിയറിംഗ് ടൈം. അപ്പോൾ ഈ ഒരു പുതിയ സിസ്റ്റത്തിൽ ഒരു കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ കുറേ, അതായത് കണ്ടിന്യൂസ് ആയിട്ട് ചെക്സ് ക്ലിയറിങ് നടന്നുകൊണ്ടിരിക്കും.
അപ്പോൾ അത് ക്ലിയറിംഗ് ടൈം റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ കണ്ടിന്യൂസ് ക്ലിയറിംഗ് ഓഫ് ചെക്സ് എന്നാണ് ആ ഒരു ചെക്ക് ട്രങ്കേഷൻ സിസ്റ്റത്തിന് RBI കൊടുത്തിരിക്കുന്ന പേര്. നെക്സ്റ്റ്, പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ 2.0. അത് പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ നിങ്ങൾക്കറിയാം, അതായത് ഈ നഗരപ്രദേശങ്ങളിൽ ഉള്ള പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകാനായിട്ട് നമ്മുടെ ഗവൺമെൻറ് ലോഞ്ച് ചെയ്തിരിക്കുന്ന പ്രോഗ്രാമാണ് പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡ് വേർഷൻ, അല്ലെങ്കിൽ 2.0 എന്നുള്ളൊരു പുതിയ വേർഷൻ റീഇൻട്രൊഡ്യൂസ് ചെയ്തേക്കാണ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്. അപ്പോൾ നോക്കാം എന്തൊക്കെയാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്നുള്ളത്. aims to provide financial assistance to help 1 crore urban poor and middle class families build, purchase or rent affordable housing over 5 years. അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഏകദേശം 1 കോടിയോളം നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്ന പാവപ്പെട്ട ആളുകൾക്കോ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ഫാമിലീസിനോ പുതിയൊരു വീട് നിർമ്മിക്കാനോ അല്ലെങ്കിൽ വാങ്ങിക്കാനോ അല്ലെങ്കിൽ വാടകയ്ക്ക് എടുക്കാനോ അവർക്ക് എന്ത് ചെയ്യുക, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, സാമ്പത്തിക സഹായം നൽകുക. ഈ ഒരു 5 വർഷത്തിനുള്ളിൽ, ഓവർ ദ 5 years, 5 വർഷം കൊണ്ട് ഈ ഒരു കാര്യം സാധ്യമാക്കി എടുക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. ദ സ്കീം ടാർഗറ്റ്സ് ഫാമിലി വിത്ത് നോ പെർമനന്റ് ഹൗസ് ആൻഡ് ഓഫർ സബ്സിഡീസ് ഓൺ ഹോം ലോൺസ് ഫോർ ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻസ്, ലോ ഇൻകം ഗ്രൂപ്പ്സ് ആൻഡ് മിഡിൽ ഇൻകം ഗ്രൂപ്പ്സ്. അപ്പോൾ ഈ ഒരു സ്കീം പ്രധാനമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് സ്ഥിരമായിട്ടൊരു വീടില്ലാത്ത ഫാമിലീസിനെയാണ്. അപ്പോൾ അവർക്ക് പുതിയൊരു വീട് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഹോം ലോണുകൾക്ക് സബ്സിഡി കൊടുക്കുക, അതായത് എക്കണോമിക്കലി വീക്കർ സെക്ഷനോ അല്ലെങ്കിൽ ലോ ഇൻകം ഗ്രൂപ്പ് അല്ലെങ്കിൽ മിഡിൽ ഇൻകം ഗ്രൂപ്പിൽ ഒക്കെ പെട്ട ഫാമിലീസിന് അവർക്ക് ഹോം ലോൺ എടുക്കുകയാണെങ്കിൽ അതിൽ സബ്സിഡീസ് ഒക്കെ കൊടുക്കുക എന്നുള്ളതും ഈ ഒരു സ്കീമിൻ്റെ ടാർഗറ്റാണ്. The program also includes support for rental housing and innovative construction technologies to ensure better living condition in urban areas. അതോടൊപ്പം തന്നെ റെൻ്റൽ ഹൗസിങ്, അതായത് വാടകയ്ക്ക് അവരെ വീടെടുക്കാൻ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവർ വീട് കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ അതിന് കുറച്ചും കൂടി ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള, അവരുടെ ചിലവ് കുറയ്ക്കാനായിട്ടുള്ള ഇന്നൊവേറ്റീവ് കൺസ്ട്രക്ഷൻ ടെക്നോളജീസ് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അർബൻ ഏരിയയിൽ പാവപ്പെട്ട ആളുകൾക്ക് ബെറ്റർ ലിവിങ് കണ്ടീഷൻ കൊണ്ടുവരിക എന്നുള്ളതും കൂടി ഈ ഒരു പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ 2.0യുടെ ലക്ഷ്യങ്ങളിൽ പെടുന്നതാണ്. അപ്പോൾ ഏകദേശം 1 കോടിയോളം പുവർ അർബൻ പീപ്പിളിനെയാണിത് ലക്ഷ്യമിടുന്നത് ഓവർ ദ 5 years. ആ ഒരു കാര്യം ഓർത്ത് വെച്ചേക്കുക. നെക്സ്റ്റ്, പോളാർ കപ്പിൾഡ് അനാലിസിസ് ആൻഡ് പ്രഡിക്ഷൻ ഫോർ സർവീസസ്, PCAPS. അതെന്താണ് കാര്യം എന്നുള്ളത് നോക്കാം. അത് വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ ഓർ WMO എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോളാർ റീജിയൻസ്, അതായത് ആർട്ടിക്, അന്റാർട്ടിക് റീജിയൻസിലൊക്കെ ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് കാരണം അവിടുത്തെ വെതറൊന്നും പെട്ടെന്ന് അങ്ങോട്ട് പ്രെഡിക്റ്റബിൾ അല്ല, എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ വെതറിനെ കുറിച്ച് കുറച്ചും കൂടി നന്നായിട്ട് പഠിക്കുക, ക്ലൈമറ്റിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുക, അതിൻ്റെ ലക്ഷ്യത്തോടു കൂടി ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് പോളാർ കപ്പിൾഡ് അനാലിസിസ് ആൻഡ് പ്രഡിക്ഷൻ ഫോർ സർവീസസ്. എന്തിനാണിത് ലോഞ്ച് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ ടൂർ പോകുന്ന ആൾക്കാർക്കും അത് ഹെൽപ്ഫുൾ ആയിരിക്കും, അല്ലെങ്കിൽ അവിടെ നാച്ചുറലി ഇൻഹെബിറ്റ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടാവുമല്ലോ, ആ ഇൻഹെബിറ്റ് ചെയ്യുന്ന അവിടുത്തെ ജനങ്ങൾക്കും അവിടുത്തെ ആ ഒരു ക്ലൈമറ്റ് ചേഞ്ചിനെയൊക്കെ നേരിടാൻ ഈ ഒരു പ്രോജക്റ്റ് അവരെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നോക്കാം നമുക്ക്. പ്രൊജക്ട് ലോഞ്ച്ഡ് ബൈ the World Meteorological Organization aimed at enhancing weather, water, ice and climate forecasting in Arctic and Antarctic region. ആർട്ടിക് റീജിയനിലും അന്റാർട്ടിക് റീജിയനിലും ഉണ്ടാവുന്ന കാലാവസ്ഥ, വെള്ളം, ഐസ്, ക്ലൈമറ്റ് ഫോർകാസ്റ്റിംഗ്, ഇതിനെയൊക്കെ നല്ല രീതിയിൽ അതിനെ കുറിച്ചൊക്കെ പഠിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് PCAPS എന്ന് പറയുന്നത്. ദ പ്രോജക്റ്റ് സീക്സ് ടു ഇംപ്രൂവ് സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി ഫോർ ദോസ് ലിവിങ് ഓർ ട്രാവലിംഗ് ഇൻ പോളാർ ഏരിയാസ് ബൈ ഡെവലപ്പിംഗ് ബെറ്റർ ഒബ്സർവേഷൻ സിസ്റ്റംസ് ആൻഡ് എർത്ത് സിസ്റ്റം മോഡൽസ്. അതായത് കുറച്ചും കൂടി നല്ല രീതിയിലുള്ള ഒബ്സർവേഷൻ സിസ്റ്റംസും എർത്ത് സിസ്റ്റം മോഡൽസൊക്കെ കൊണ്ടുവന്ന് അവിടെ ജീവിക്കുന്ന ആൾക്കാർക്കും അവിടേക്ക് ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്കും കുറച്ചും കൂടി സേഫ്റ്റിയും സെക്യൂരിറ്റിയൊക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പ്രൊജക്റ്റ് ലക്ഷ്യമിടുന്നത്. PCAPS will also contribute to upcoming 5th International Polar Year in 2030 to 2033. അതായത് ഇനി അടുത്ത
ഇൻ്റർനാഷണൽ പോളാർ ഇയർ വരുന്നത് 2032-33 അപ്പോൾ ആ ഒരു വർഷത്തേക്ക് ഈ ഒരു ഡേറ്റാസൊക്കെ നമുക്ക് ഈ ഒരു പ്രൊജക്റ്റിലൂടെ കളക്ട് ചെയ്യുന്നത് ആ ഒരു ഇൻ്റർനാഷണൽ പോളാർ ഇയർ വരുമ്പോഴേക്കും നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളതാണ് പറയണത്. അപ്പോൾ ഇൻ്റർനാഷണൽ പോളാർ ഇയർ 5th ഇൻ്റർനാഷണൽ പോളാർ ഇയർ എന്നാണെന്നുള്ളതും ജസ്റ്റ് ഇതിലൊന്ന് നോട്ട് ചെയ്തേക്കുക. 2032-2033 5th ഇൻ്റർനാഷണൽ പോളാർ ഇയർ ആയിട്ട് ഓർഗനൈസ് ചെയ്യാനായിട്ട് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് വൺ സെൻറ്റ് മാർട്ടിൻസ് ഐലൻഡ്. അത് വരുന്നത് ഇപ്പോൾ ന്യൂസിൽ വരാൻ കാരണം ഇപ്പോൾ നിങ്ങൾ കേട്ടതാണ്, ബംഗ്ലാദേശിലെ പ്രൈം മിനിസ്റ്റർ ഷെയ്ഖ് ഹസീന അവിടെ നിന്ന് പോയി പുതിയ ഒരു ഇൻട്രീം ഗവൺമെൻറ് ഇപ്പോൾ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശിൽ ഇപ്പോൾ ഡിസ്കഷനിൽ വന്നിട്ടുള്ള ഒരു ഐലൻഡാണ് സെൻറ്റ് മാർട്ടിൻസ് ഐലൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ബംഗ്ലാദേശിലുള്ള ഒരേ ഒരു കോറൽ ഐലൻഡാണ് സെൻറ്റ് മാർട്ടിൻ ഐലൻഡ്. ഈ മ്യാൻമാറുമായിട്ടുള്ള ബോർഡറിലാണ് ഇത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഐലൻഡിന് കുറച്ച് എന്താ പറയുക ഇൻ്റർനാഷണൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്. US-ഉം ചൈനയൊക്കെ ഒരുപോലെ ഉറ്റുനോക്കുന്ന ഒരു ഐലൻഡാണ് സെൻറ്റ് മാർട്ടിൻ ഐലൻഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ റോഹിംഗ്യ റെഫ്യൂജി ക്രൈസിസ് ഒക്കെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഐലൻഡും കൂടിയാണ് സെൻറ്റ് മാർട്ടിൻ ഐലൻഡ്. അപ്പോൾ നോക്കാം. ബംഗ്ലാദേശ് ഓൺലി കോറൽ ഐലൻഡ് ലൊക്കേറ്റഡ് ഇൻ ബേ ഓഫ് ബംഗാൾ നിയർ മ്യാൻമാർ ആൻഡ് ഇസ് geopolitically significant due to its proximity to the maritime boundary and international interest from powers like US and China. The island has also been affected by Rohingya refugee crisis. Rohingyas എന്ന് പറഞ്ഞാൽ ആരാണ്? മ്യാൻമാറിലുണ്ടായിരുന്ന റെഫ്യൂജീസ് ആണ്. അവരുടെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ കേട്ടതായിരിക്കും. അപ്പോൾ റോഹിംഗ്യ റെഫ്യൂജി ക്രൈസിസുമായി ബന്ധപ്പെട്ടും ഈ ഒരു ഐലൻഡിന് സിഗ്നിഫിക്കൻസ് ഉണ്ട്. പിന്നെ ബേ ഓഫ് ബംഗാളിലും മ്യാൻമാറിൻ്റെ അടുത്താണ്. ബംഗ്ലാദേശാണ് ഇപ്പോൾ അത് ഓൺ ചെയ്യുന്നത്. ബംഗ്ലാദേശിൻ്റെ ഒരേ ഒരു കോറൽ ഐലൻഡ് കൂടിയാണ് ഈ ഒരു സെൻറ്റ് മാർട്ടിൻസ് ഐലൻഡ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ, ഈ ഇന്നത്തെ ലാസ്റ്റ് കറണ്ട് അഫെയർ ആണ്. ജോഗ്രഫിക്കൽ സ്ട്രക്ചേഴ്സ് ഇൻ ഇന്ത്യൻ ഓഷൻ. അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കുറച്ച് പുതിയ ജോഗ്രഫിക്കൽ സ്ട്രക്ചേഴ്സ്, അതായത് കുറച്ച് മലകളും അല്ലെങ്കിൽ കുറച്ച് താഴ്വര പോലത്തെ അതൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സിൻ്റെയൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ കോൺസെപ്റ്റിൻ്റെയൊക്കെ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പുതിയതായിട്ട് കണ്ടുപിടിച്ച ഒരു 3 എണ്ണം ഉണ്ട്. അതുപോലെ തന്നെ ഓൾറെഡി മുൻപ് ഒരു 4 എണ്ണത്തിലും ഇതുപോലെ തന്നെ പേരുകൾ കൊടുത്തിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 3 അണ്ടർ വാട്ടർ ജോഗ്രഫിക്കൽ സ്ട്രക്ചേഴ്സ് ഇൻ ഇന്ത്യൻ ഓഷ്യൻ ഹാവ് ബീൻ നെയിംഡ് ആഫ്റ്റർ ഇന്ത്യൻ ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സ് ആൻഡ് കോൺസെപ്റ്റ്സ്. അതായത് ഇന്ത്യയുടെ ചരിത്രപരമായിട്ട് ഉള്ള കുറച്ച് ആളുകളുടെ പേരിലും ചില കോൺസെപ്റ്റുകളുടെ പേരിലും ഇന്ത്യൻ ഓഷ്യനിൽ കണ്ടുപിടിച്ച കുറച്ച് ജോഗ്രഫിക്കൽ സ്ട്രക്ചേഴ്സിന് 3 എണ്ണത്തിന് പേര് കൊടുത്തിട്ടുണ്ട്. അതായത് ഓഷ്യൻ്റെ അടിയിൽ, ഇന്ത്യൻ ഓഷ്യൻ്റെ അടിയിൽ കണ്ടുപിടിച്ച അണ്ടർ വാട്ടർ ജോഗ്രഫിക്കൽ സ്ട്രക്ചേഴ്സിന് പേര് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് പേരുകൾ? ദ അശോക സീ മൗണ്ട്, ചന്ദ്രഗുപ്ത റിഡ്ജ് ആൻഡ് കൽപ്പതാരു റിഡ്ജ്. ഈ 3 പേരുകളാണ്. അശോകയും ചന്ദ്രഗുപ്തയും നമ്മുടെ പണ്ടത്തെ രാജാക്കന്മാരായിരുന്നു. അതുപോലെ കൽപ്പതാരു എന്നുള്ളതൊരു പ്രത്യേക മരമാണത്. അപ്പോൾ ആ 3 പേരുകളാണ് പുതിയതായിട്ട് കണ്ടുപിടിച്ച ജോഗ്രഫിക്കൽ സ്ട്രക്ചേഴ്സിന് കൊടുത്തിട്ടുള്ളത്. അശോക സീ മൗണ്ട്, ചന്ദ്രഗുപ്ത റിഡ്ജ്, അതുപോലെ കൽപ്പതാരു റിഡ്ജ്. ഈ 3 എണ്ണം ഓർത്ത് വയ്ക്കുക. ഈ ഒരു 3 ഫിഗേഴ്സ് അല്ലെങ്കിൽ സ്ട്രക്ചേഴ്സ് ആരെ ഡിസ്കവർ ചെയ്തത്? ഡിസ്കവേർഡ് ബൈ നാഷണൽ സെൻറ്റർ ഫോർ പോളാർ ആൻഡ് ഓഷ്യൻ റിസർച്ച് NCPOR ഗോവ ഡ്യൂറിങ് ഇൻ്റർനാഷണൽ സർവേ എക്സ്പ്ലോറേഷൻ. അപ്പോൾ നാഷണൽ സെൻറ്റർ ഫോർ പോളാർ ആൻഡ് ഓഷ്യൻ റിസർച്ച് ഗോവയാണ് ഈ 3 സ്ട്രക്ചേഴ്സും കണ്ടുപിടിച്ചത്. അതർ 4 സ്ട്രക്ചേഴ്സ് ഇൻ ഇന്ത്യൻ ഓഷ്യൻ വെയർ നെയിംഡ് ആഫ്റ്റർ ഇന്ത്യൻ സയൻറ്റിസ്റ്റ് ഓർ ഫിഗേഴ്സ് വിത്ത് പ്രീവിയസ് നെയിംസ് ഓണറിങ് ഫിസിസിസ്റ്റ് CV രാമൻ, ഓഷ്യനോഗ്രാഫർ NK പണിക്കർ, ജിയോളജിസ്റ്റ് DN വാഡിയ ആൻഡ് റിസർച്ച് വെസൽ സാഗർ കന്യ. ഈ നേരത്തെ പറഞ്ഞ 3 അല്ലാതെ മുൻപ് കണ്ടുപിടിച്ച 4 സ്ട്രക്ചേഴ്സിനും ഇന്ത്യൻ ഫിഗേഴ്സിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. ആരുടെയൊക്കെ പേരിലാണ്? CV രാമൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, NK പണിക്കരുടെ പേര് കൊടുത്തിട്ടുണ്ട്, DN വാഡിയയുടെ പേര് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇന്ത്യയുടെ ഒരു റിസർച്ച് വെസലായിരുന്ന സാഗർ കന്യയുടെ പേരും ഈ ഒരു ഫിഗറിന് കൊടുത്തിട്ടുണ്ട്, ഒരു സ്ട്രക്ചറിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 7 ഫിഗേഴ്സാണ് ഇന്ത്യൻ ഓഷ്യനിൽ ഈ പറയുന്ന NCPOR ഗോവ കണ്ടുപിടിച്ചത്. അതിന് ഇങ്ങനെയുള്ള ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. അത് ഇൻ്റർനാഷണലി ഇപ്പോൾ അതിന് അംഗീകാരം ലഭിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ന്യൂസിൽ വരാൻ കാരണം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കറണ്ട് അഫെയർസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളായെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.